സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികൾ ആരംഭിക്കാനിരിക്കെ മലപ്പുറത്തെ വിദ്യാർത്ഥികളും പ്രതീക്ഷയിൽ. ജില്ലയിലെ സ്കൂളുകളിലെ സ്വകാര്യ വിലയിരുത്തൽ അധിക ബാച്ച് അനുവദിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നതെന്ന് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ പറഞ്ഞു. ജില്ലയിൽ +1 പ്രവേശനം ലഭിക്കാതെ പുറത്തുനിൽക്കുന്നത് 17,874 വിദ്യാർത്ഥികളാണ്. +1 പ്രവേശനത്തിനുള്ള സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികൾ ആരംഭിക്കുമ്പോൾ മലപ്പുറത്തെ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും പ്രതീക്ഷയിലാണ്. മലബാറിലെ +1 സീറ്റ് പ്രതിസന്ധിയിൽ ഹയർ സെക്കൻഡറി അക്കാദമിക് വിഭാഗം ജോയിന്റ് ഡയറക്ടർ മലപ്പുറത്തെത്തി യോഗം ചേർന്നിട്ടുണ്ട്. സൗകര്യങ്ങൾ വിലയിരുത്തി അധിക ബാച്ച് അനുവദിക്കാനാണ് കമ്മീഷനെ നിയോഗിച്ചിരിക്കുന്നതെന്ന് ഹയർ സെക്കൻഡറി ജോയിന്റ് ഡയറക്ടർ ആർ സുരേഷ് കുമാർ വ്യക്തമാക്കുന്നുണ്ട്. പരിമിതികൾ അറിയിച്ച സ്കൂളുകൾ നേരിട്ട് സന്ദർശിക്കുകയും ചെയ്തു. ആദ്യപടി എന്നുള്ളതിലേക്ക് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റും മുനിസിപ്പൽ ചെയർമാൻമാരും ഗവൺമെൻറ് സ്കൂൾ പ്രിൻസിപ്പൽമാരും PTA പ്രസിഡന്റുമാരും പങ്കെടുത്തൊരു മീറ്റിംഗ് 2 ദിവസം മുമ്പ് ഓൺലൈനിലായിട്ട് കൂടിയിരുന്നു. അപ്പോൾ എല്ലാവരും വളരെ പോസിറ്റീവായിട്ടുള്ള പ്രതികരണമാണ് നമുക്ക് നൽകിയിട്ടുള്ളത്. സ്കൂളുകളിൽ ബാച്ച് അനുവദിച്ചാൽ എല്ലാവരുടെ സൗകര്യങ്ങളും ഒരുക്കി കൊടുക്കാൻ മുനിസിപ്പാലിറ്റികളും അതുപോലെ ജില്ലാ പഞ്ചായത്തും തയ്യാറാണെന്ന് അവർ അറിയിച്ചിട്ടുണ്ട്. പിന്നെ സ്കൂളിൽ ചില പരിമിതികൾ നിലനിൽക്കുന്നതായിട്ട് ചില സ്കൂളുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അത്തരം സ്കൂളുകൾ ഞങ്ങൾ നേരിട്ട് വിസിറ്റ് ചെയ്യും. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് റിപ്പോർട്ട് അടിയന്തരമായി വിദ്യാഭ്യാസ മന്ത്രിക്ക് ഏൽപ്പിക്കണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. സപ്ലിമെന്ററി അലോട്ട്മെന്റ് നടപടികൾ ആരംഭിച്ചതോടെ അർഹരായ മുഴുവൻ കുട്ടികൾക്കും സീറ്റ് ഉറപ്പിക്കാൻ ആയിരിക്കും സമിതിയുടെ ഇടപെടലെന്നാണ് പ്രതീക്ഷ. കൂടുതൽ അപേക്ഷകളുള്ള ബാച്ചുകൾ ഏതാണെന്നും പഠിക്കും. അതേസമയം 65 കുട്ടികളാണ് ഓരോ ക്ലാസ്സിലും പഠിക്കുന്നത്. വിദഗ്ധ സമിതിയുടെ നിർദ്ദേശപ്രകാരം ഒരു ക്ലാസ്സിൽ പരമാവധി 40 കുട്ടികളെന്നാണ്. മുൻകാലങ്ങളിൽ അധികമായി 30% കുട്ടികളെ വർദ്ധിപ്പിച്ചതാണ് എണ്ണം കൂടാൻ കാരണം. ഒരു ക്ലാസ്സിൽ കൂടുതൽ കുട്ടികൾ പഠിക്കുന്ന സാഹചര്യത്തിന് മാറ്റമുണ്ടാകാൻ ഭാവിയിൽ ഹയർ സെക്കൻഡറികളിൽ ഷിഫ്റ്റ് സമ്പ്രദായം നടത്താനും സർക്കാർ ആലോചിക്കുന്നുണ്ടെന്നാണ് വിവരം. ജനം, മലപ്പുറം.